BJP സംസ്ഥാന നേതൃത്വം ഇതൊക്കെ പറയുന്നു, അതായത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ഇതിനെ എതിർത്ത് അവർ മതപരിവർത്തനം നടത്താനാണ് അവിടെ എത്തിയത്. രാജീവ് ചന്ദ്രശേഖരന്റെ പോലും വിമർശനമുണ്ട്. ഞാൻ കണ്ടില്ല. അദ്ദേഹത്തെ പോലെ നമ്മുടെ സൈബറാണോ? സൈബർ ഇടങ്ങളിലും ഉണ്ട്. അതറിയാവോ? സൈബർ കണ്ടിട്ട് പേടിക്കണ്ട. അത് സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും സംഘികളാവും. സംഘികൾ കയറിയിട്ട് അപ്പുറത്ത് എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം സബ് ജുഡീസ് ആണ്, കോടതിയിലുള്ള കാര്യമാണ്, അവിടെയല്ല തീരുമാനിക്കേണ്ടത്. അദ്ദേഹം മന്ത്രിയല്ല, ഞാൻ മന്ത്രിയാണ്. അല്ല, അത് അല്ലല്ല, അങ്ങനെയല്ല. ദേഷ്യപ്പെടേണ്ടത് സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രിമാർക്ക് പറയാം, അതൊരു കീഴ്വഴക്കാണ്, നിയമമാണ്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞത്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത്, ഞാൻ മന്ത്രിയായതുകൊണ്ട് ഈ കേസിനെ, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസായതുകൊണ്ട് അവരെ ബാധിക്കാം. ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി വലിയ വിഷയമാണ്. അനൂപ് ആന്റണി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ജാമ്യാപേക്ഷ സർക്കാർ എതിർക്കില്ല, പക്ഷെ സർക്കാർ അത് എതിർത്താണെന്നല്ല കോടതി സന്ദർശനത്തിന് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നതിന്റെ അർത്ഥം. അല്ലല്ല, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിരിക്കണം. സർക്കാരല്ലത്, പ്രോസിക്യൂഷനാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് ഈ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കോടതിയുടെ വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്ത് മുകളിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആൻസറബിൾ ആണ്. അതുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമാണ്. അതായത് അനൂപ് ആന്റണിയെ പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തിട്ടൊന്നുമില്ല. അനൂപ് ആന്റണി തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ? BJP അല്ലാതെ ആരെങ്കിലും? BJP അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു TT ആണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇതാണെങ്കിൽ നിങ്ങളെങ്ങനെ എപ്പോഴും ഇതാ 3 പെൺകുട്ടികൾ ആരുമില്ലാതെ വരുന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കില്ല. അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പവുമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ TTക്ക് അത് കേൾക്കണ്ടേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ഇതാ റിപ്പോർട്ടർ TV മാത്രം ആദ്യമായിട്ട് പറയുന്നു. മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എഴുതിക്കോ. റിപ്പോർട്ടർ TVയുടെ ആദ്യം റിപ്പോർട്ടർ TV പറയുന്നു. അത് ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരും. സൗണ്ട് എപ്പോഴാ കിട്ടിയത്? അല്ലെന്നേ, അതെ. ഇതെങ്ങനെയാ ഒന്ന് പറയുന്നവരാ? എപ്പോഴും ആദ്യം പറയുന്ന റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പറ, എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓ, ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ആരെ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? അല്ലല്ല, അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇത് TT ആണ്.